മെത്രാനായി വാഴിച്ചത് യോഹന്നാൻ സ്ലീഹായാണ്. അദ്ദേഹത്തിന്റെ സ്ലീഹ എഴുതിയിരിക്കുന്നു: നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നത്രേ. നീ സഹിക്കാൻ അയക്കുന്നവയെ ഭയപ്പെടേണ്ട. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. 80 വയസ്സുള്ളപ്പോൾ അനിസേത്തൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കണമെന്നാണെന്ന് ആലോചിക്കുകയുണ്ടായി. പാഷാണ്ടിയായ മർസേനെ അറിയുമോ എന്നോ ആരോ റൂമിൽ വച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു: ഊവ്, പിശാചിന്റെ കടിഞ്ഞൂൽ പുത്രൻ മാർക്കോസ് ഔറേലിയസ് ചക്രവർത്തിയുടെ കാലത്ത് പൊലിക്കാപ്പിനെ വധിക്കണമെന്ന് വിജാതിയർ മുറവിളി കൂട്ടി. 1-2 പ്രാവശ്യം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മറച്ചു വെച്ചെങ്കിലും പിന്നീട് ഒളിച്ചു പോകാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ദൈവഹിതം നിറവേറട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. വധ്യനായ മെത്രാനെ വധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മടി തോന്നി. പൊലിക്രാപ്പിനോട് ഈശോയെ ദൂഷണം പറയാൻ പ്രൊക്കോൺസൽ ആജ്ഞാപിച്ചു. അദ്ദേഹം പ്രത്യുദ്ധരിച്ചു: 4 സ്കോറും 6 വർഷവും യേശു ക്രിസ്തുവിനെ ഞാൻ സേവിച്ചു. ഇതുവരെ യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പ്രത്യുത വളരെ നന്മ ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ അങ്ങേ ദൂഷണം